കൊടുങ്ങല്ലൂരമ്മ ഇപ്പൊ ഒരു വിദേശ വനിതയാണ് വന്ന് കണ്ടിരുന്നത്. ഒരു വീട്ടിൽ പോയപ്പോ സാറേ രാത്രി കിടന്നു കഴിഞ്ഞാൽ ആരോ കഴുത്തിന് പിടിച്ച് ഞെക്കുന്നതായിരുന്നു. വായുപ്രവാഹം വേണ്ടത്ര ഇല്ലാണ്ടാകുമ്പോൾ എന്താവും, നമ്മൾ ശ്വസിച്ച കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ പിന്നെയും ശ്വസിക്കും. അതാണ് നമുക്ക് ഓരോ രൂപത്തിനൊക്കെ കാണലും നമ്മൾ അസ്വസ്ഥാകുകയും ചെയ്യുക. യഥാർത്ഥത്തിൽ സയൻസിന്റെ അപ്പുറം ഒരു വിശ്വാസവും ഇല്ല. അല്ലെങ്കിൽ വേറെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വാസം എന്ന് പറഞ്ഞാലൊക്കെ സയൻസാണ്. അപ്പോൾ ഒരു 8 മണിക്കൂർ ഉറങ്ങുമ്പോൾ 4 മണിക്കൂർ കംപ്ലീറ്റ്ലി ഡെഡാണ്. ശരിക്കും നമ്മൾ മരിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് നേരം എടുക്കും വായ നാറുന്നത്. അവിടെ 5 ആൾ ആത്മഹത്യ ചെയ്തു. ഇത് വാസ്തുവിന്റെ കുഴപ്പം കൊണ്ടാണ്. അപ്പൊ വാസ്തുവിലുള്ള പ്രോബ്ലം കൊണ്ടാണ് ഒരാൾ ആത്മഹത്യക്ക് നിർബന്ധിതനാകുന്നത്. ഇന്ന് വരെ കേരളത്തിൽ അധികം റിപ്പോർട്ട് ചെയ്തത് സാമ്പത്തിക പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്തതാണ്. ഇത് വാസ്തുക്കാരൻ്റെ ഒന്ന് ശരിക്കുള്ള ഒന്ന് വിളിച്ച് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ ആ അഗ്നികോണിൽ വേണ്ട സംഭവം ഉണ്ടോ, ഇങ്ങനെയുള്ള ആത്മഹത്യ ഒന്നും വേണ്ടി വരില്ല. ആത്മാവ് എന്ന് പറയുന്നത് യൂണിവേഴ്സിനൊന്നേ ഉള്ളൂ. അതിന്റെ പ്രതിച്ഛായ ഓരോ വ്യക്തിയിലും ഉണ്ടാവും. ജീവൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ പ്ലസ് 5 എലമെന്റ്സ്. അപ്പൊ ആക്ഷനിലാവും. ഇതിനെയാണ് ജീവൻ എന്ന് പറയുക. അങ്ങനെ ഒരു അകലത്തില് ഇവിടെ മാത്രം ജീവൻ നിലനിൽക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇതിനൊക്കെ ടെക്നിക്സും ഉണ്ട് കേട്ടോ. ഈ എനർജീസിനെ എടുക്കാനും തിരിച്ചുവിടാനും ഒക്കെയുള്ള ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റീലുണ്ട്. നമ്മളിപ്പോ എറണാകുളത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഈ കാക്കനാട് ഒരു 7,000 രൂപയ്ക്ക് ഒരു 3 ബെഡ്റൂം ഫ്ലാറ്റ് കിട്ടിയതിന്റെ അന്ന് രാത്രി കിടന്നുറങ്ങുന്ന ഒരാള് എന്ന് പറഞ്ഞിട്ട് ഒരു റീല്. അതായത് ചിലങ്കയുടെ സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത്. ഈ നമ്മളിപ്പോ ഒരു വീട് നമ്മൾ മേടിക്കുമ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ റെന്റിന് എടുക്കുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രേതത്തിനെയും കൂടി ഫ്രീ ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് എന്നുള്ളതാ നമ്മളെ സർവമായ ഡെലുവിലെ എഫക്ട്. കുറെ മുന്നേ ഒരാളുകൾ ഇതിനെ കുറിച്ച് എൻ്റെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യഥാർത്ഥത്തില് അങ്ങനെയൊന്നും ഉണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് എന്നാ പറയാ. പേടിക്കണ്ട, ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾക്ക് യാതൊരു പ്രോബ്ലം വരില്ല. ഇല്ല. കാരണം എന്ന് പറഞ്ഞാലേ നമുക്ക് പ്രോബ്ലം വരുന്നതൊക്കെ കയ്യും കാലും ഒക്കെ വേണം. അതായത് എന്ന് പറഞ്ഞാല് സയന്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ 5 എലമെന്റ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതൊക്കെ എനർജീസ് ആണ്. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെലങ്കേന്റെ എഫക്ട് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി അത് എഫക്ട് കൂട്ടുന്നതാണ് കേട്ടോ. യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പം നമ്മൾ മനുഷ്യന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇതിൽ ട്യൂൺ ചെയ്താണ്. ഇപ്പൊ റേഡിയോ മാംഗോ, വിവിധ് ഭാരതി ഇങ്ങനെയൊക്കെ ട്യൂൺ ചെയ്യില്ലേ. അപ്പോൾ ഓരോ സ്റ്റേഷൻ കിട്ടും. അതേപോലെ ഹ്യൂമൻ സിസ്റ്റം ഒരു ട്യൂണിങ്ങാണ്. അതിൽ ഇന്ന ഫ്രീക്വൻസിയിലുള്ളത് കേൾക്കാം, ഇന്ന ഫ്രീക്വൻസിയിലുള്ളത് കാണാം. ഇങ്ങനെ സ്പർശനത്തിന് ഇതുണ്ട്, ടേസ്റ്റിന് പരിധിയുണ്ട്. ഇങ്ങനെയെല്ലാം ലിമിറ്റഡ് ഇതാണ്. അതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുമോ? പക്ഷെ ഇല്ലേ, ഭൂമിയിൽ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇത് മൊബൈലിൽ ഇടുന്ന ചെറിയൊരു സിമ്മ്, ഒരു ചെമ്പിൻ്റെ ചെറിയൊരു കഷ്ണമാണ്, അതിൽ ഇത്രയും മെമ്മറി ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മെമ്മറി ആയതുകൊണ്ട് ഇതുണ്ട്. അപ്പം പണ്ടുള്ളവരിങ്ങനെ ഈ തകിടയിലൊക്കെ എഴുതി തരുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? അതുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ഫ്രീക്വൻസി വേറെ വേറെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ചെലങ്കേൻ്റെ ശബ്ദം കേട്ട് എന്ന് വെച്ചിട്ട് നമ്മളത് ബാധിക്കൊന്നുമില്ല. ഒന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു ഭയം. അപ്പോൾ നമ്മളതിനെ ട്യൂൺഡ് ആവുന്നതല്ലേ? ട്യൂൺഡ് ആവണമെന്ന് വെച്ചാൽ നോർമലി ആണെങ്കിൽ ആളുകൾ പേടിച്ചു. അപ്പോൾ അവിടെയാണ് വാസ്തുവിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സയൻസ് കണ്ടെത്തും. ഇപ്പം എനിക്ക് തന്നെ ചെറിയൊരിത് പറയാം. അപ്പോൾ ഒരു വീട്ടിൽ പോയപ്പോൾ സാറേ രാത്രി കിടന്നു കഴിഞ്ഞാൽ ആരോ കഴുത്തിന് പിടിച്ച് ഞെക്കുന്നതായിരുന്നു. ഇങ്ങനെയുള്ള ഇത് അതിൽ വിയർത്ത് കുളിച്ച് ആ കൂടി അവശനായി പോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഒരു റൂമിൽ മാത്രമാണത്. അപ്പം ഓക്കെ റെഡി എന്ന് പറഞ്ഞു. അപ്പം നോക്കി, അപ്പം ഞങ്ങളതിൽ വാസ്തുവിൻ്റെ ഭാഷ ഒരു സൂത്രം ഇട്ട് കൊടുക്കാന്ന് പറയും. അതായത് ഒരു ചെറിയൊരു ദ്വാരം ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഇന്ന സ്ഥലത്ത് വന്നു, ആ ഇത് പോയി, ആ കഴുത്തന്നെയൊക്കെ പോയി. പിറ്റേ ദിവസം മുതൽ കിടക്കുമ്പോൾ ആ ഒരു പ്രശ്നവും ഇല്ലാന്ന്. യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ആ ഒരു ഇതിലുള്ള വാസ്തുവിൽ വരുമ്പോൾ ഊർജങ്ങളുടെ ഒഴുക്കുകളാണ്. അപ്പോൾ ചില സ്ഥലത്ത് ഒന്ന് നോർമൽ കണ്ടീഷനിൽ പറയുകയാണ് വായുപ്രവാഹം വേണ്ടത്ര ഉണ്ടാവില്ല. വായുപ്രവാഹം വേണ്ടത്ര ഇല്ലാണ്ടാകുമ്പോൾ എന്താവും, നമ്മൾ ശ്വസിച്ച കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ പിന്നെയും ശ്വസിക്കും. അതാണ് നമുക്ക് ഓരോ രൂപത്തിനൊക്കെ കാണലും നമ്മൾ അസ്വസ്ഥാകുകയൊക്കെ ചെയ്യുക. അപ്പം ഞങ്ങളെ വാസ്തുവിൻ്റെ ഭാഷയിൽ പറയും ഇന്ന ദിക്കിലൊരു സൂത്രം ഇട്ട് കൊടുത്താൽ മതി എന്ന് പറയും.
അപ്പോൾ ആ സൂത്രം ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ദ്വാരം ഇട്ട് കൊടുക്കാന്ന്. അതോടുകൂടി എന്തായി, ആ റൂമിൽ കെട്ടിക്കിടക്കുന്ന വായു എന്താവും, പുറത്തേക്ക് റിലീസാവും. ഇതാണ്. പക്ഷെ ഇതിങ്ങനെ ശരിക്കും പബ്ലിക്കിൽ പറഞ്ഞുകൊടുക്കുക, കാരണം ആളുകളെ വിശ്വാസം പോയി പോവുക അല്ല. പക്ഷേ യഥാർത്ഥത്തിൽ സയൻസിൻ്റെ അപ്പുറം ഒരു വിശ്വാസവും ഇല്ല. അല്ലെങ്കിൽ വേറെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വാസം എന്ന് പറഞ്ഞാലൊക്കെ സയൻസാണ്. അപ്പം നമ്മളത് കണ്ടെത്തണം. അവിടെ ആ സ്ഥലത്ത് പോകണം, സ്റ്റഡി ചെയ്യണം, എന്നിട്ട് എവിടെയാണ് എന്താണെന്ന് നോക്കണം. അപ്പോൾ അതിൽ വാസ്തുവിൽ പറയുക പഞ്ചഭൂതങ്ങളുടെ ക്രമീകരണം എന്ന് പറയും. അപ്പോൾ ഭൂമി, ജല, ആകാശം, വായു, ഇതിൻ്റെയൊക്കെ ക്രമീകരണം. അപ്പോൾ ഈ ക്രമീകരണം ചില സ്ഥലങ്ങളിൽ ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസൊക്കെ പ്രൊഡ്യൂസ് ആവും. അപ്പോൾ അതൊരു റൂമിലാകാം, ചിലപ്പോൾ ആ വീട്ടിലൊട്ടാകെയാകാം. അപ്പോൾ ഇങ്ങനെയുള്ള ഊർജങ്ങൾ വരിക, സ്വാധീനിക്കുക എന്നൊക്കെ പറയുന്നത് ആ വീട്ടിലെ ചില മൂലകൾ ഇല്ലാണ്ട് പോരുക. അതായത് സെൽഫ് എന്ന് പറയുന്നതാണ് ഏറ്റവും ശക്തൻ, ഞാൻ. അപ്പം ഞാൻ ശക്തനാണോ വേറെ ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പം ഞാൻ വീക്കാണോ എല്ലാം അവിടെ വരും. അപ്പോൾ ഈ ഞാനെങ്ങനെയാണ് ശക്തനാകുക? ഞാൻ ശക്തനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു ചെറിയൊരു സയൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 8 മണിക്കൂർ ഉറങ്ങുക, അതിൽ 4 മണിക്കൂറും നമ്മൾ ശരിക്കും ഡെഡാണെന്നാണ് പറയുക. അതായത് ചിത്ര എപ്പോഴാണ് ഉണ്ടാകുക? ചിത്രക്ക് ബോധമുണ്ട്. ബോധമില്ലെങ്കിലോ ഇല്ല. ഓക്കെ. അപ്പം നമ്മൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഒരു 8 മണിക്കൂർ ഉറങ്ങുമ്പോൾ 4 മണിക്കൂർ കംപ്ലീറ്റ്ലി ഡെഡാ. ശരിക്കും നമ്മൾ മരിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് നേരം വെളുക്കും വായ നാർന്ന്. നമ്മളെ ഉള്ളിലൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, അത് ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ പിന്നെ രാവിലെ ആകുമ്പോൾ എഴുന്നേൽക്കും. അപ്പം ഈ ഒരു ഇതിൽ പ്രതിഭാസത്തിൽ നമ്മളെ ചുറ്റുപാടുള്ള എനർജി എങ്ങനെയാണോ അതും നമ്മളെ ബോഡിയായിട്ട് സിങ്ക്രണൈസ്ഡ് ആവും. കാരണം ഉറങ്ങിക്കഴിഞ്ഞാലൊന്നും ഇല്ലല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ റൂമിലുള്ള ഓരോ കോർണേഴ്സിലും എന്ത് വരുന്നത്, അവിടെ എന്തൊക്കെയാണ് അവസ്ഥ, ഇത് നോക്കിയിട്ടാണ് ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കുക. അപ്പോൾ ഒരു വീട് കുറേ കാലം പൂട്ടി കിടക്കുക, പിന്നെ അത് പോയിട്ട് തുറക്കുകയാണ്. അപ്പോൾ പൂട്ടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അവിടുത്തെ എനർജി നെഗറ്റീവായിന്നാണ്. ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മളെ വീട് തന്നെ ഒരു 5 ദിവസം പൂട്ടിയിട്ട് ടൂറിനൊക്കെ പോയി വന്ന് തുറക്കുമ്പോൾ എങ്ങനെയുണ്ടാവും? ഒരു മണം ഉണ്ടാവും. യെസ് ഓർ നോ? ഇതേപോലെ കുറേ കാലം പൂട്ടിക്കിടക്കുക ചെയ്യുമ്പോൾ അതിലുള്ള എനർജിയൊക്കെ മോശമാവും. അപ്പോൾ അതിന് ചില ഫ്രീക്വൻസീസൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കലൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ശരിക്കും വാസ്തു നോക്കിയിട്ട് എന്താണ് അതിൽ വേണ്ടതെന്നുള്ള നടപടി എടുത്തു കഴിഞ്ഞാൽ 100% മാറ്റാൻ പറ്റും. ഈ ചില വീടുകളിൽ ദുർമരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ആ വീട് യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. നമ്മളിപ്പം ഈ ഇടക്ക് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 5 പേര് ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു കേസ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ പിന്നീട് കുറേ കാലം അടച്ച് പൂട്ടിയിട്ടതിന് ശേഷം ഒരു റെന്റിന് ഒരാൾ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഈ നെഗറ്റീവ് മാറ്റങ്ങൾ മൂലം ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് വാസ്തുവിന്റെ കുഴപ്പമാണോ അതോ ഈ ദുർമരണത്തിന്റെ കുഴപ്പമാണോ? ഒന്ന്, അവിടെ 5 ആൾ ആത്മഹത്യ ചെയ്തു, ഇത് വാസ്തുവിന്റെ കുഴപ്പം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്? അയാൾക്ക് പിടിച്ചേക്കാൻ പറ്റണില്ല. അതിപ്പോൾ വാസ്തുവിലുള്ള പ്രോബ്ലം കൊണ്ടാണ് ഒരാൾ ആത്മഹത്യക്ക് നിർബന്ധിതനാണ്. അപ്പോൾ അതായത് തെക്ക് സൈഡിനുള്ള ഒഴുക്ക് കൂടുക, ഇതൊക്കെ വാസ്തുവിൻ്റെ ഓരോ സീക്രട്സ് ആയിട്ടോ. അതായത് തെക്കിന് യമൻ എന്ന് പറയും, യമൻ എന്നുള്ള ഒഴുക്ക് കൂടുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രിയപ്പെട്ട കന്നിമൂല, തെക്ക് പടിഞ്ഞാറ് ഈ മൂല ഇല്ലാണ്ട് വരിക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് നിൽക്കാൻ പറ്റാണ്ടാവും. അതുമാതിരി തന്നെ ബാങ്ക് ലോൺ വരിക. ഇതൊക്കെ ആകുമ്പോഴാണ് ചില ആളുകൾ കൂട്ടത്തോടുകൂടി, ഇന്ന് വരെ കേരളത്തിൽ അധികം റിപ്പോർട്ട് ചെയ്തത് സാമ്പത്തിക പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്തതാണ്. ഇത് വാസ്തുക്കാരൻ്റെ ഒന്ന് ശരിക്കുള്ളൊന്ന് വിളിച്ച് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഗ്നികോണെന്ന് നമ്മളതിൽ പറയും. അപ്പോൾ ആ അഗ്നികോണിൽ വേണ്ട സംഭവം ഉണ്ടോ ഇങ്ങനെയുള്ള ആത്മഹത്യയൊന്നും വേണ്ടി വരില്ല. അപ്പോൾ അതില്ലയോ ആധാരം ബാങ്കിലാവും, പിന്നെ അത് തിരിച്ചടക്കാൻ പറ്റാണ്ടാവും. കാരണം ഇയാളെ ശരീരത്തിൽ അഗ്നിതത്വം കുറഞ്ഞേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കിടന്നുറങ്ങി കഴിഞ്ഞാലൊന്നും ഇല്ലയെന്ന്. അപ്പോൾ ഈ അഗ്നിതത്വമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാനോ ഓരോന്നും അതെന്താണ് ഇതിനെ ഓവർകം ചെയ്യണമെന്ന് ഒരു എന്താ ഉള്ളിൽ നിന്നുള്ള ഒരു ഇത് വരിക. മോട്ടിവേഷൻ മാത്രമല്ല, അതിനുള്ള ഒരു എനർജി വേണ്ട. ആ സാധനം മോട്ടിവേഷൻ നമുക്ക് പുറത്തുനിന്ന് കൊടുക്കാം, പക്ഷെ ഇത് എന്താണെന്ന് വെച്ചാൽ സൈലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണേ. അപ്പോൾ ആ വീട്ടിൽ നിന്ന് അതിനെതിരായിട്ട് നമുക്ക് എതിരാനും നമ്മളെ അത് തോട്ട് പ്രോസസ്സ് മാറണേ. അപ്പം അത് മാറണമെന്നുണ്ടെങ്കിൽ ചില ഘടകങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ പ്രേതബാധ ഉണ്ടാകുക അങ്ങനെയൊക്കെ കുറേ വീടുകൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെറിയ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കണമല്ലാണ്. എന്താണ് പ്രേതം,
അപ്പോൾ വാസ്തു നിന്ന് കുറച്ച് മാറിയിട്ടുള്ളതാണ്, എന്നാലും അത് ഒന്ന് മനസ്സിലാക്കണമല്ലോ. അതായത് നമ്മളിപ്പോൾ ഒരാൾ മരിച്ചു, മരിച്ചു കഴിഞ്ഞാൽ ശരിക്കും അവിടെ 3 സാധനങ്ങൾ റിലീസാണ്. ഒന്ന് നമ്മൾ ആത്മാവ് എന്ന് പറയും. ആത്മാവ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആത്മാവ് മരിക്കണമില്ല ജനിക്കണമില്ല. ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ, അതായത് എന്ന് പറഞ്ഞാൽ ഒരു അതിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, പക്ഷെ 10 കുടങ്ങളിൽ വെള്ളം വെച്ചു. അപ്പോൾ ഈ 10 കുടങ്ങളിലും എന്തിനെ കാണാം? ചന്ദ്രൻ്റെ ബിംബം കാണാം. ഇതേപോലെ ആത്മാവ് എന്ന് പറയുന്നത് യൂണിവേഴ്സിനൊന്നേ ഉള്ളൂ, അതിൻ്റെ പ്രതിച്ഛായ ഓരോ വ്യക്തിയിലും ഉണ്ടാവും. അതിന് മരണമില്ല, ഒന്നുമില്ല. 2 പറയുന്നത് പ്രാണൻ എന്ന് പറയും. പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ശ്വാസമാണ്. ആ പ്രാണനാണ് ആദ്യത്തെ ആൾ. അതിനെ തുടങ്ങിയിട്ട് ഒരു 10 പേരും കൂടി ഉണ്ട്. അതായത് പ്രാണൻ, അപാനൻ, ഉപാനൻ, സമാനൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഓരോരോ 10 ദശപ്രാണന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിന് ഓരോന്നിനും ഓരോ ഫങ്ഷനാണ്. അപ്പോൾ 1 ആത്മാവ്, 2 പ്രാണൻ, 3 പറയും ജീവൻ എന്ന് പറയും. ജീവൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ പ്ലസ് 5 എലമെൻറ്റ്സ്, അപ്പോൾ ആക്ഷനിലാവും. ഇതിനെയാണ് ജീവൻ എന്ന് പറയുക. അപ്പോൾ ഒരാൾ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ കാറ്റുപോയി എന്ന് പറയും. അപ്പോൾ കാറ്റുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഇതിലുള്ള പ്രാണനെ എടുത്ത് ജീവനാക്കി മാറ്റണം. അപ്പോഴാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അതിനുള്ള കപ്പാസിറ്റി ഈ സിസ്റ്റത്തിന് നഷ്ടപ്പെട്ടു എന്ന്. ഇനി അതിനൊന്നും ചെയ്യാൻ പറ്റൂല. അതായത് ഈ മെഷീൻ കേടായിന്ന്, ഇനി നന്നാക്കാനും പറ്റൂല. അപ്പോഴാണ് മരണം എന്ന് പറയുക. അപ്പോൾ ശരിക്കും ഇതിലൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും കേട്ടോ. ഈ നമ്മളിപ്പോൾ ഈ പ്രാണൻ എന്ന് പറയല്ലോ, പ്രാണൻ നമ്മളെ ശരീരത്തിലാണോ അതോ ഈ യൂണിവേഴ്സിലാണോ? യൂണിവേഴ്സിൽ. എന്തുകൊണ്ട്? അപ്പം ഇപ്പം എൻ്റെ ശരീരത്തിലില്ല, നമ്മൾ ജീവനുള്ളപ്പോ അതിനകത്തൊരു ആത്മാവുണ്ട്. ഉണ്ട്. യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മെഷീനിന് യൂണിവേഴ്സിൽ നമ്മളൊരു ഒരു ഒരു നിശ്ചിത അകലമുണ്ട്. ഒരു ഓസോൺ പാളി വരെയൊക്കെ മാക്സിമം വേണം പറയാം. അങ്ങനെ ഒരു അകലത്തിൽ ഇവിടെ മാത്രം ജീവൻ നിലനിൽക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ മെഷീനിന് പ്രാണനെടുത്ത് ജീവനാക്കാനുള്ള കഴിവുണ്ട്. യഥാർത്ഥത്തിൽ ഈ മെഷീൻ്റെ ആ കഴിവാണ് നമ്മളെ നിലനിർത്തുന്നത്. അപ്പം ഈ കഴിവ് കുറഞ്ഞു പോയാലോ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോഴാണ് അസുഖങ്ങൾ വരുന്നത്. തീരെയും കുറഞ്ഞു പോയാലോ അപ്പോഴാണ് 4 ആൾ എടുത്തുകൊണ്ട് പോയിട്ട് കത്തിക്കുകയല്ലോ കുഴിച്ചിടുക ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഈ ഒരു പ്രാണനെ ജീവനാക്കി മാറ്റുക എന്നുള്ള പ്രോസസ്സ് നടക്കണമെങ്കിൽ 1 നമ്മളെ സിസ്റ്റം നന്നാണ്, 2 നമ്മളെ അന്തരീക്ഷം നന്നാണ്. പിന്നെ ഒരുപാട് ചിലത് പറയും, എന്താ പറയുക, ഈ നമ്മളെ ഉള്ളിൽ ഓരോരുത്തരും ഭൂമിയിൽ വരുന്ന ഒരു പ്രൊജക്റ്റുമായിട്ടാണ് എന്നാ പറയുക. അതായത് എന്ന് പറഞ്ഞാൽ ഒരു ആഗമ ഉദ്ദേശം ഉണ്ടാവും. അപ്പോൾ അത് നടത്തുക എന്നുള്ള, അപ്പോൾ അത് നടത്തി കഴിഞ്ഞ് വിജയിച്ചു കഴിഞ്ഞാൽ അയാൾ വിജയിച്ചു. ഇനി ഇല്ലെങ്കിലോ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോഴാണ് ഫീസ് അടിച്ചു പോയി. ചെറിയൊരു ഉദാഹരണത്തോട് പറയാം. രാഘവേട്ടന് ഒരാഗ്രഹമുണ്ട്. എന്താണ്? ഒരു ആനേനെ മേടിക്കണം. അപ്പോൾ ഈ ആഗ്രഹം വന്നു. ഇനിയിപ്പോൾ എപ്പോഴാണ് ഈ ആഗ്രഹം ഇല്ലാണ്ടാകുക? ഒന്നല്ലെങ്കിൽ ആ ആഗ്രഹം നടന്നതിന് ശേഷം. അതായത് രാഘവേട്ടൻ ആനേനെ മേടിച്ച് അതിൻ്റെ മേലെ കയറി നടക്കണം. ഇല്ലെങ്കിലോ മേടിക്കാൻ പറ്റില്ല. ഇനിയിപ്പം ഞാൻ വയസ്സായില്ല, ഇനിയിപ്പോൾ ആനേനൊക്കെ മേടിച്ചിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ മേലെ കയറാൻ പണിയല്ലേ, അതിനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ലടോ. അങ്ങനെ അയാളെ മനസ്സുകൊണ്ട് തോന്നിയിട്ട് അയാൾ ഒഴിവാക്കണം. യെസ്. പക്ഷേ അന്ന് രാത്രി ഒരു ട്വിസ്റ്റ് നടന്നു. രാഘവേട്ടൻ മരിച്ചുപോയി. അപ്പം എന്തായി? ആഗ്രഹമില്ല. ആനേനെ മേടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അത് ഈ യൂണിവേഴ്സിലുണ്ടാവും. നമുക്ക് എപ്പോഴും ഒരു ആഗ്രഹം വന്നു, അത് ടക്ക് എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിലേക്ക് സ്പ്രെഡായി. ഞാൻ ചിത്രക്ക് ഒരു SMS അയച്ചു. ചിത്ര ഇപ്പോൾ റേഞ്ചിലില്ല, പക്ഷെ എപ്പോഴെങ്കിലും റേഞ്ചിൽ വരുമ്പോൾ എന്താവും? മെസ്സേജ് വരും. യെസ്. അതായത് നമ്മളൊരു മെസ്സേജ് വിട്ട് കഴിഞ്ഞാൽ അത് യൂണിവേഴ്സിൽ ഉണ്ടാവും, അത് സ്പ്രെഡാവും. ക്ലിയർ? അപ്പോൾ അത് എപ്പോഴാണോ റേഞ്ചിൽ വരുന്നത് അപ്പോൾ അത് കണക്റ്റഡ് ആവും. പക്ഷേ അന്ന് ആ രാത്രി ഇദ്ദേഹം മരിച്ചുപോയി. അപ്പം എന്തായി? ആനേനെ മേടിക്കണം എന്നുള്ള ആഗ്രഹം ഈ പ്രപഞ്ചത്തിലുണ്ടാവും. ഇതാണ് പിന്നീട് നമ്മളെന്താണ് ഓരോരോ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയാലും പറയത്. അതായത് പിതൃദോഷമുണ്ട്, ഇങ്ങനെയുള്ളതാണ്, ഇങ്ങനെയൊക്കെ അച്ഛൻ്റെ എന്തോ ഇത് നടക്കാണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടതാണ്. ഇത് ജ്യോതിഷത്തിലൊക്കെ ഇട്ട് കേട്ടോ നോക്കിയാൽ. പിന്നെ ഇതിലുള്ളതാണ് പിന്നെ ഈ ഒരു ആഗ്രഹം, പിന്നെ ആ ഒരു വൈബ്രേഷൻ പിന്നെ ആരെയാ സ്വാധീനിക്കുക? ഈ വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ.
ചിലപ്പോ അങ്ങനെ കണക്ഷൻ പോലും വരാത്ത ആൾക്കാരില്ലേ, ഇപ്പൊ റിലേറ്റീവ്സ് അല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും ആയിട്ട് കണക്റ്റഡ് ആവുന്ന, ഈ ഫ്രീക്വൻസി ആയിട്ട് കണക്റ്റഡ് ആവുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ വരും. അതായത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ആ വ്യക്തിൻ്റെ ആയിട്ട് പ്രൊജക്റ്റ് ഇല്ല, ആ വ്യക്തിൻ്റെ ഫ്രീക്വൻസി കുറച്ച് ലോ ഫ്രീക്വൻസി. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളതൊക്കെ കണക്റ്റഡ് ആവും. അതാണ് ഈ പറഞ്ഞ മാതിരി ഉള്ളത് വരുന്നത്, സ്വാധീനം വരുന്നത്. ഇപ്പം രസകരമായിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു, ഈ എനർജീൻ്റെ തെളിവിന് പറയണേ കേട്ടോ. ഇപ്പോൾ നമ്മളെ ഇവിടെ എന്താ കൊടുങ്ങല്ലൂരമ്മ ഇപ്പോൾ ഒരു വിദേശ വനിതയാണ് വന്നത്, കണ്ടിരുന്നത്. വിദേശ വനിതയാണ് വന്നത്. അവര് ഇതായി ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർക്കും അത് വന്നു. അതായത് ഈ ഫ്രീക്വൻസീസ് വരും. അത് ഇപ്പൊ വിദേശമാണോ മലയാളം അറിയോതൊന്നും വേണ്ട, ഇതിനെക്കുറിച്ച് ഒന്നും വേണ്ട. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ആ വൈബ്രേഷൻസ് എപ്പോൾ വേണം കണക്റ്റഡ് ആവും. അതിനുള്ള വ്യക്തമായ രൂപങ്ങളാണ് ഇതിലൊക്കെ കാണിക്കുന്നത്. ഇതിനൊക്കെ ടെക്നിക്സും ഉണ്ട് കേട്ടോ. ഈ എനർജീസിനെ എടുക്കാനും തിരിച്ചുവിടാനും ഒക്കെയുള്ള ടെക്നിക്സ് ഉണ്ട്. ഇത് വാസ്തുവായിട്ട് ബന്ധപ്പെട്ടാണ്, പിന്നെ മന്ത്രം തന്ത്രം എന്നൊക്കെ പറയുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ തന്ത്രം എന്ന് പറഞ്ഞാൽ ടെക്നിക്ക്, അപ്പോൾ അതിന് വാസ്തു ഉപയോഗിക്കും, ഇങ്ങനെയുള്ളതും എല്ലാം യൂസ് ചെയ്യും.